എൻ്റെ തലതൊട്ടമ്മയെ ഏലിക്കുട്ടി ചേട്ടത്തിയെ ഒന്ന് കാണണമെന്ന് മനസ്സ് വളരെ നിർബന്ധപൂർവ്വം പറയുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ വീട്ടിൽ ചെന്ന് എൻ്റെ ജ്യേഷ്ഠനോട് പറഞ്ഞു, ഏലിക്കുട്ടി ചേട്ടത്തിയെ എനിക്കൊന്ന് കാണണം. ഏകദേശം 1 കിലോമീറ്റർ അകലെയായിരുന്നു ഞങ്ങളുടെ വീടിന് അടുത്ത് നിന്ന് അവർ താമസിച്ചിരുന്നത്. ജ്യേഷ്ഠൻ എന്നോട് അപ്പോൾ പറഞ്ഞു, ഏലിക്കുട്ടി ചേട്ടത്തി എന്നെ കാണുവാൻ വളരെയധികം ആഗ്രഹിച്ചിരിക്കുകയാണെന്നും നിരവധി തവണ ആവശ്യപ്പെട്ടുവെന്നും. അപ്പോൾ ഞാൻ വിചാരിച്ചു, മനസ്സുകൾ തമ്മിലുള്ള അടുപ്പം ഇത്ര വലുതാണല്ലോ എന്ന്. ഞാൻ അവരെ കാണുവാൻ അവരുടെ അടുത്ത് ചെന്നു. അപ്പോഴെന്നോട് 40 വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ച ഒരു കാര്യം, പരിശുദ്ധ അമ്മയുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം എന്നോട് പങ്കുവച്ചു. ഇത് പങ്കുവെക്കുവാൻ വേണ്ടി അവർ ജീവിച്ചിരുന്നു എന്ന്, എന്നെ അപ്പോൾ അവിടെ എത്തിച്ചു എന്ന് അത്ഭുതത്തോടു കൂടി ഞാൻ ഓർക്കുകയാണ്. മാമോദീസ മുക്കുവാൻ വേണ്ടി കൊണ്ടുപോകുന്നത് 4 കിലോമീറ്റർ അകലെയുള്ള തോട്ടുമുക്കം ഇടവകയിലാണ്. 2 വലിയ പുഴകൾ കടക്കണമായിരുന്നു. അന്നത്തെ കാലത്ത് പാലമൊന്നും ഉണ്ടായിരുന്നില്ല. ഒറ്റത്തടി പാലം, ഒരു കമ്പിയുണ്ടാവും കൈ പിടിക്കുവാൻ വേണ്ടി. വലിയ പുഴ. ജൂലൈ 26-ാം തീയതിയാണ് ഞാൻ ജനിച്ചത്. അപ്പോൾ കർക്കിടക മാസം, പുഴ നിറഞ്ഞൊഴുകുന്ന സമയം. ആദ്യത്തെ പുഴ വളരെ ഭംഗിയായിട്ട് അവർ കടന്നു. രണ്ടാമത്തെ പുഴ കടക്കുന്ന അവസരത്തിൽ ഉണ്ടായ സംഭവമാണ് അവരെന്നോട് പറഞ്ഞത്. പുഴയുടെ അടുത്ത്, അത് കുറച്ചുകൂടി വലിയ പുഴയായിരുന്നു. അടുത്തെത്തിയപ്പോൾ എൻ്റെ ചാച്ചൻ, പിതാവ്, അവരോട് പറഞ്ഞു, ഏലിക്കുട്ടി, ഇത് വലിയ പുഴയാണ്. ഞാൻ താഴെ നിന്ന് 5 കിലോമീറ്റർ അകലെ അരീക്കോട് നിന്ന് തോണി കൊണ്ടുവരാം, അതിനുശേഷം അക്കരെ കടക്കാം. അപ്പോൾ ഏലിക്കുട്ടി ചേട്ടത്തി പറഞ്ഞു, അതൊന്നും സാരമില്ല, ഈ പുഴയൊക്കെ എനിക്ക് നിസ്സാരമാണ്, എനിക്ക് അക്കരെ കടക്കുവാൻ സാധിക്കും. ധൈര്യപൂർവ്വം കുഞ്ഞിനെ ഒരു കൈയിൽ പിടിച്ചു, ഒരു കൈ കമ്പിയിലും പിടിച്ച് പതുക്കെ നടക്കുകയാണ് ധൈര്യപൂർവ്വം. പുഴയുടെ നടുവിലെത്തിയപ്പോൾ പുഴ നിറഞ്ഞൊഴുകുകയാണ്. നടുഭാഗത്തേക്ക് എത്തിയപ്പോഴേക്കും അവരെന്നോട് പറഞ്ഞു, എൻ്റെ കാൽ വിറയ്ക്കുവാൻ തുടങ്ങി. ഞാൻ ഒരു നിമിഷം പുഴയിലേക്ക് നോക്കിയപ്പോഴേക്കും ഭീതി എന്നിലേക്ക് കടന്നു വന്നു. കാൽ വിറയ്ക്കുവാൻ തുടങ്ങി, കൈകൾ വിറച്ചു, ശരീരം ആസകലം വിറയ്ക്കുവാൻ തുടങ്ങി. എന്തെങ്കിലും സംഭവിക്കുമെന്ന് എനിക്ക് തോന്നി. എനിക്ക് ഉറപ്പായി, ഈ കൈ ഇപ്പോൾ തന്നെ കമ്പിയിൽ നിന്ന് വിടും. നമ്മൾ 2 പേരും കൂടി പുഴയുടെ അഗാധങ്ങളിലേക്ക് പതിക്കും. മരിക്കുവാൻ നിമിഷം മാത്രമേ ഉള്ളൂ. മരണം എൻ്റെ മുമ്പിലേക്ക് കടന്നു വരുന്നത് പോലെ എനിക്ക് തോന്നി. ഭീതി എന്നെ മുഴുവനും വിഴുങ്ങി. പുഴയിലേക്ക് പതിക്കുന്നതിന് തൊട്ട് മുൻപ് ഞാൻ ഉറക്കെ നിലവിളിച്ചു, അമ്മേ, മാതാവേ, രക്ഷിക്കണേ എന്ന്. എനിക്ക് വിശ്വസിക്കുവാൻ സാധിച്ചില്ല. പുഴയുടെ അക്കരെ നിന്ന് യുവതി ആയ ഒരു സ്ത്രീ, പരിശുദ്ധ അമ്മ, എൻ്റെ അടുത്തേക്ക് നടന്നു വന്നു. അവരെൻ്റെ കൈ പിടിച്ചു. വളരെ ധൈര്യപൂർവ്വം എന്നോട് പറഞ്ഞു, ധൈര്യത്തോടെ നടന്നു, ഞാൻ സംരക്ഷിക്കുമല്ലോ. അങ്ങനെ ധൈര്യപൂർവ്വം അമ്മയുടെ കൈ പിടിച്ച് ഞാൻ പുഴയുടെ അക്കരെ കടന്നു. അക്കരെ എത്തിയപ്പോഴാണ് എനിക്ക് ആശ്വാസമായത്. ഞാൻ, ഏലിക്കുട്ടി ചേട്ടത്തി എന്നോട് പറഞ്ഞു, ഞാൻ നിൻ്റെ അപ്പനോട് പറഞ്ഞു, ഈ കുഞ്ഞ് പരിശുദ്ധ അമ്മയുടേതാണ്, അതുകൊണ്ട് അമ്മയുടെ പേര് നൽകണം ഈ കുഞ്ഞിനെന്ന്. അങ്ങനെയാണ് റെമീജിയസ് മരിയ എന്ന പേര് എനിക്ക് ലഭിച്ചത്.